വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ വടകര ദേശീയപാതയിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടകര ദേശീയപാതയിൽ നേരത്തെ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വടകര ദേശീയപാത മഴ പെയ്തതിന് ശേഷം ഒരു ചെളിക്കുണ്ടായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും കഴിഞ്ഞ മഴക്കാലവും ഈ മഴക്കാലവും തമ്മിൽ എന്താണ് പ്രത്യേകിച്ച് മാറ്റമെന്ന് ചോദിച്ചാൽ ദേശീയപാത വടകരയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. കുറച്ച് ഗേഡറുകൾ, പില്ലറിൻ്റെ മുകളിൽ കുറച്ച് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ട്രാഫിക് ബ്ലോക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായി മാറിയിട്ടുണ്ട്. വടകര നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഒന്നാണ് വടകര. ഈ വടകര പ്രദേശത്ത് യുദ്ധകാല അടിസ്ഥാനത്തിൽ വർക്ക് തീർത്തുകൊണ്ട് നമ്മളെ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ വാഹനങ്ങളെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം വാഗാട് ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷേ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ മഴക്കാലത്തും അത് എവിടെയും എത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല. അതിലുപരി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള നമ്മളെ ഇപ്പോൾ നിലവിലുള്ള ദേശീയപാതയിൽ ഒരു പ്രദേശത്ത് പോലും ഒരു ഫ്ലൈ ഓവറോ ഒരു അണ്ടർ പാസേജോ വർക്ക് പൂർത്തിയാക്കിക്കൊണ്ട് ദേശീയപാതയിൽ എവിടെയും വാഗാട് തുറന്നു കൊടുത്തിട്ടില്ല. ഈ വെങ്ങളം വരെ വാഗാടിൻ്റെ റീച്ചാണ്. അതിനകത്ത് നമ്മളെ മൂരാട് പാലത്തുള്ള പ്രദേശം മാത്രമാണ് വാഗാടിൻ്റേതല്ലാത്ത E5 റീച്ച്. അവിടെ തുറന്നു കൊടുത്തു. അത് E5 ആയതുകൊണ്ട് തുറന്നു കൊടുത്തു. ഒരുപക്ഷെ വാഗാടായിരുന്നെങ്കിൽ അവിടെയും തുറന്നു കൊടുക്കില്ല എന്നാണ് നമുക്ക് ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. ദേശീയപാതയിൽ ഇത്തരം കാഴ്ചകളും പുതിയ പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്യും.